എവിടെ ഇരുന്നത് ഇതുവരെ? ഞാൻ കളിക്കാൻ പോയത്. കളിച്ച് കളിച്ച് നടന്നോട്ടോ, പരീക്ഷയാണ് വരുന്നത്. അമ്മക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ കളിക്കാൻ പോയി അമ്മക്ക് എന്തിനാ അന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇവിടെ. 10 മാസം വന്നിട്ട് പ്രസവിച്ചിട്ടുണ്ട കാര്യം 10 മാസം. അമ്മക്ക് എന്താ സുഖം ഉണ്ടായിരുന്നേ? മസാല ദോശക്ക് മസാല ദോശ, ആപ്പിള്, മുന്തിരി, മാങ്ങക്ക് മാങ്ങ, എന്തൊക്കെയായിരുന്നു സുഖം. എൻ്റെ പേര് എല്ലാ സ്ഥലത്തും കറങ്ങാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഒക്കെ തരും അമ്മക്ക് വേണ്ടി. പിന്നെ അമ്മളെ കാണാൻ വേണ്ടി വലിയ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അപ്പോൾ ഓരെന്തൊക്കെ കൊണ്ടുതരും? ബദാം, കശുവണ്ടി, ഒക്കെ കൊണ്ടുതരും. എൻ്റെ കഷ്ടപ്പാടല്ല അമ്മക്ക് അറിയുമോ? ആ ഇരുട്ട് റൂമിൽ കിടക്കണം ഞാൻ ഒറ്റയ്ക്ക്. ഒരു കാറ്റില്ല, അല്ലാതെ ഒരു കുടിക്കാൻ വെള്ളമില്ല, തിന്നാൻ നല്ല ഫുഡില്ല, ചുരുട്ടിലിരിക്കണം ഞാൻ. അമ്മ പറയും 10 ദിവസം പ്രസവിച്ചില്ലേ, 10 ദിവസം പ്രസവിച്ചില്ലേ. എന്ത് ദിവസം 1 ദിവസം വെച്ച അമ്മ? എൻ്റെ കാര്യമല്ല അമ്മക്ക് അറിയോ? അത് പറയണം. ഒരു ഉപകാരത്തിനായി കിട്ടില്ല. എപ്പോഴും കളി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു ഉപകാരത്തിന് ഇവിടെ വീട്ടിൽ കിട്ടില്ല. അമ്മ പറയുന്നുണ്ടല്ലോ 10 ദിവസം പ്രസവിച്ചു, 10 ദിവസം പ്രസവിച്ചു എന്ന്. അമ്മക്ക് എന്താ സുഖം ഉണ്ടായി നമുക്ക്? എല്ലാവരും തിന്നാനും കൊണ്ടൊരു ഡ്രസ്സ്, പിന്നെ ഒരു ഏരമാസം പോയില്ലാണ്ട് ചമന്നിട്ട് അവിടുന്ന് കാലും നീട്ടിയിരുന്ന് ഇങ്ങനെ തിന്നലെന്നെ ആയില്ലേ. എൻ്റെ കഷ്ടപ്പാടല്ലേ അമ്മക്ക് അറിയോ? പിന്നെ എല്ലാ അമ്മമാരും പറയും 10 ദിവസം 1 ദിവസം വെച്ച്, 10 ദിവസം 1 ദിവസം വെച്ച്. നിങ്ങൾക്കല്ല ഞങ്ങളെ കഷ്ടം അറിയോ? ആ ഇരുട്ട് റൂമിൽ ഇരിക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾക്കല്ലോ അറിയോ അമ്മ? ഇത് പറയുന്നില്ല 10 ദിവസം 1 ദിവസം വെച്ചു, 10 ദിവസം 1 ദിവസം വെച്ചു എന്ന്. 1 ദിവസം വെച്ചല്ലോ, 10 മാസം 1 ദിവസം വെച്ചല്ലോ. ഇതൊരു വായ കണക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വായന നാവ്